ദിവസം മുഴുവൻ ഇരുന്ന് വർക്ക് ചെയ്തിട്ടും ഒന്നും അച്ചീവ് ചെയ്യാൻ കഴിയാതെ പോകുന്നുണ്ടോ? ജസ്റ്റ് 2 മണിക്കൂർ ഹൈലി ഫോക്കസ്ഡ് ആയിട്ട് സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ആ എൻറ്റയർ ഡേയിൽ അക്കംപ്ലിഷ് ചെയ്യാൻ കഴിയാത്തതിനേക്കാൾ കൂടുതൽ അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ? 2 hour വർക്ക് റൂൾ. ഇതൊരു പ്രൂവൻ ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി സ്ട്രാറ്റജിയാണ്. സിമ്പിൾ, പ്രാക്ടിക്കൽ ആൻഡ് ക്യാൻ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ഹൗ യു അപ്രോച്ച് യുവർ ഡേ. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഈ റൂള് വർക്ക് ചെയ്യുന്നത് ആൻഡ് എങ്ങനെ ഇത് യൂസ് ചെയ്തുകൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ അച്ചീവ് ചെയ്യാം എന്നൊക്കെയാണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഈ 2 hour വർക്ക് റൂൾ? ഇത് ആക്ച്വലി ഒരു സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റാണ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കിന് വേണ്ടിയിട്ട് 2 മണിക്കൂർ മാറ്റി വയ്ക്കുക. അൺഇൻറ്ററപ്റ്റഡ് ആയിരിക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ വേറെ ഒന്നും ചെയ്യരുത്. നോ ഡിസ്ട്രാക്ഷൻസ്, നോ മൾട്ടി ടാസ്കിങ്. കംപ്ലീറ്റ് ഫോക്കസും ആ ടാസ്കിലും മാത്രമായിരിക്കണം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡീപ്പ് വർക്ക് ആണ്. എൻറ്റയർ ടൈം ഒരേ ഒരു ടാസ്കിലും മാത്രം ഫോക്കസ് ചെയ്യുക വിത്തൗട്ട് ഇൻറ്ററപ്ഷൻസ്. ഡീപ്പ് വർക്കിലാണ് നമ്മളുടെ ബ്രെയിൻ ഏറ്റവും ബെസ്റ്റായിട്ട് വർക്ക് ആവുക. ബ്രെയിനിൻ്റെ ഒരു സൂപ്പർ പവർ മോഡാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിൽ കുറേ ആളുകൾ ഡെയിലി 8 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. ബട്ട് അതിൽ ശരിക്കും എത്ര ടൈമാണ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളത്? എത്ര സമയം വർക്ക് ചെയ്തു എന്നല്ല, മറിച്ച് എത്ര ക്വാളിറ്റിയോടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. സോ നമ്മുടെ 2 hour വർക്ക് റൂൾ എങ്ങനെയാണ് എഫക്റ്റീവ് ആവുന്നത് എന്ന് നോക്കാം. റിസർച്ചേഴ്സ് പറയുന്നുണ്ട് ഒരാൾക്ക് ഒരു ദിവസം ഏകദേശം 4 മണിക്കൂർ സമയമേ ഡീപ്പ് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്ന്. സോ നമ്മളുടെ 2 മണിക്കൂർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിലായിട്ട് വരും. നല്ലൊരു സ്വീറ്റ് സ്പോട്ടാണ്. സെക്കൻഡ്ലി, ഇത് ഫ്ലോ സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇതെന്ന് പറയുന്നത് ഒരു ടാസ്കിൽ മുഴുവനായിട്ട് അങ്ങോട്ട് മുഴുകി പോവുക എന്ന് പറയില്ലേ, അതന്നെ. വേറെ ഒന്നും മൈൻഡിലേക്ക് വരില്ല. അപ്പോഴാണ് നിങ്ങൾക്ക് നല്ല ബെസ്റ്റായിട്ട് ചിന്തിക്കാനും വർക്ക് ചെയ്യാനും ഒക്കെ സാധിക്കുക. ആൻഡ് ഫൈനലി, ഇത് ബേൺ ഔട്ട് ആവുന്നതിൽ നിന്ന് നിങ്ങളെ തടയും. കുറേ മണിക്കൂറുകൾ നേരം നിങ്ങളെ ഓവറായിട്ട് ഫോഴ്സ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല. പകരം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കിൽ വർക്ക് ചെയ്ത് പിന്നെ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു. ഇനി ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതിന് 4 സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്പ് നമ്പർ 1, ചൂസ് യുവർ പ്രയോറിറ്റി ടാസ്ക്. എല്ലാ ദിവസവും രാവിലെ സ്വയം ചോദിക്കുക, എനിക്കിന്ന് ഒരേ ഒരു ടാസ്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ ഏത് ടാസ്ക് ചൂസ് ചെയ്യും? ഇതാണ് നിങ്ങളുടെ പ്രയോറിറ്റി ടാസ്ക്. നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്ന ഒരു ടാസ്ക് തന്നെ ചൂസ് ചെയ്യാൻ നോക്കുക. സ്റ്റെപ്പ് നമ്പർ 2, ബ്ലോക്ക് യുവർ 2 hours. ഇനി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ കഴിയുന്ന സമയം ഏതാണെന്നുള്ളത് കണ്ടെത്തുക. കൂടുതൽ ആളുകൾക്കും ഇത് മോർണിംഗ് ടൈം ആയിരിക്കും, ബട്ട് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആകാം. ദെൻ ആ ടൈമിൽ 2 മണിക്കൂർ നേരം ഈ ടാസ്ക് ചെയ്യാനായിട്ട് ബ്ലോക്ക് ചെയ്ത് വെക്കാം. സ്റ്റെപ്പ് നമ്പർ 3, എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻസ്. ഡീപ്പ് വർക്കിൻ്റെ എനിമിയാണ് ഡിസ്ട്രാക്ഷൻസ്. നിങ്ങളുടെ ഫോൺ കഴിയുമെങ്കിലൊന്ന് ഓഫ് ചെയ്തിടുക, അല്ലെങ്കിൽ എയർപ്ലെയിൻ മോഡിൽ ഇടുക. ആളുകൾക്ക് മനസ്സിലാവട്ടെ ആ ഒരു ടൈമിൽ നിങ്ങൾ അവൈലബിൾ അല്ല എന്ന്. സ്റ്റെപ്പ് നമ്പർ 4, യൂസ് എ ടൈമർ ഓർ വർക്ക് സൈക്കിൾസ്. 2 മണിക്കൂർ ഒറ്റയടിക്കിരുന്ന് വർക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ദെൻ അതിനെ ഡിവൈഡ് ചെയ്ത് സ്മാൾ പാർട്സ് ആക്കാം. പോമോഡോറോ ടെക്നിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. 25 മിനിറ്റ്സ് വർക്ക് ചെയ്യുക, ദെൻ 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. ഇത് 4 സൈക്കിൾ ആകുമ്പോൾ 2 hours ആവും. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ പണി. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പേര് ഈ റൂള് യൂസ് ചെയ്യാറുണ്ട്. ബിൽ ഗേറ്റ്സിൻ്റെ തിങ്ക് വീക്സിനെ പറ്റി നിങ്ങൾ കേട്ട് കാണും. അദ്ദേഹം എല്ലാവരിൽ നിന്നും മാറി നിന്ന് തൻ്റെ വലിയ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നത് ഈ ടൈമിലാണ്. ഇലോൺ മസ്കിൻ്റെ 5 minute ബ്ലോക്കിംഗ് ടെക്നിക്കും നിങ്ങൾ കേട്ട് കാണും. ആൻഡ് ഞാനും ഇത് യൂസ് ചെയ്യുന്ന ഒരാളാണ്. എസ്പെഷ്യലി കോണ്ടന്റ് ക്രിയേഷൻ്റെ ഒക്കെ ടൈമിൽ എനിക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. ആൻഡ് ഇത് നിങ്ങൾക്ക് സ്റ്റഡീസിന് യൂസ് ചെയ്യാം, ഒരു ബിസിനസ് ഐഡിയയിൽ വർക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം. അങ്ങനെ പല ഏരിയാസിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടെ നിങ്ങൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. കുറച്ച് മിസ്റ്റേക്സ് ഒഴിവാക്കേണ്ടതുണ്ട്. ഫസ്റ്റ്ലി, ഈ 2 മണിക്കൂറിൽ ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കരുത്. ഒരേ ഒരു ടാസ്കിൽ മാത്രം ഫോക്കസ് ചെയ്യാം. സെക്കൻഡ്ലി, നിങ്ങളുടെ എനർജി കുറവുള്ള സമയത്തേക്ക് ഈ 2 മണിക്കൂർ സ്കെഡ്യൂൾ ചെയ്യരുത്. ബിക്കോസ് നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയണം എന്നില്ല. ആൻഡ് ഫൈനലി, ഡോണ്ട് ഓവർ കോംപ്ലിക്കേറ്റ്. ഇത് നിങ്ങളുടെ ലൈഫ് സിംപ്ലിഫൈ ചെയ്യാനാണ്, അല്ലാതെ എക്സ്ട്രാ പ്രഷർ തരാനുള്ളതല്ല. സോ ഈ റൂൾ നിങ്ങൾ ഫോളോ ചെയ്താൽ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ നേടാനായിട്ട് സാധിക്കും. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആവും. സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാം, നോട്ട് ഹാർഡ്. ആൻഡ് സ്ട്രെസ് കുറയ്ക്കാനും ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ മറ്റൊരു ബെനിഫിറ്റ്, നിങ്ങൾക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാനും ടൈം കിട്ടും എന്നുള്ളതാണ്. ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം, ഹോബീസ് ഓർ ജസ്റ്റ് റിലാക്സ്. ഒരേ ഒരു വീക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിനുശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഈ വീഡിയോയുടെ താഴെ വന്നൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഫോക്കസ് ഓൺ ദ വർക്ക് ദാറ്റ് മാറ്റേഴ്സ് ആൻഡ് വാച്ച് യുവർ ലൈഫ് ട്രാൻസ്ഫോം. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ടുഡേ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.